മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സുരക്ഷാ പ്രതിസന്ധികൾക്ക് അറുതിയില്ല. സുരക്ഷാ സംവിധാനത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി പലതവണ പരാതികൾ ഉയർന്നിട്ടും സ്ഥിര നിയമനത്തിന് സർക്കാർ ഒരുക്കമല്ലെന്നതാണ് ആരോപണം. കൊലക്കേസ് പ്രതി വിനീഷ് ചികിത്സയിലിരിക്കെയാണ് ഡിസംബർ 29 ചാടിപ്പോയത്. നാളിതുവരെയായും വിനീഷിനെ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. നിലവിലെ അന്തേവാസികളും ജയിലുകളിൽ നിന്നും കുതിരവട്ടത്തേക്ക് എത്തുന്ന കുറ്റവാളികളും ഉൾപ്പെടെയുള്ളവർ ചാടിപ്പോകുന്നത് പതിവായിട്ടും സ്ഥിരമായി സുരക്ഷാ ജീവനക്കാരെ നിയമിക്കാനുള്ള സംവിധാനം കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇതുവരെയായും നിലവിലില്ല. ആരോഗ്യ കേന്ദ്രത്തിൽ 20 സുരക്ഷാ ജീവനക്കാർ വേണമെന്നിരിക്കെ നിലവിൽ 5 പേരുടെ സേവനം മാത്രമാണ് ഇപ്പോഴുള്ളത്. നേരത്തെ ഇവിടെ 15 പേർ സുരക്ഷാ ജോലിയിലുണ്ടായിരുന്നു. എന്നാൽ ഇവരിൽ 10 പേർ വിവിധ ദിവസങ്ങളിലായി ജോലി ഉപേക്ഷിച്ചു. വേതനക്കുറവും ജോലിഭാരവും കൂടുതലായതിനാൽ സ്ഥിരമായി കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ആരും തന്നെ സുരക്ഷാ ജോലി തുടരാത്ത സ്ഥിതിയാണുള്ളത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നിയമിച്ചവർക്ക് 700 രൂപയാണ് ദിവസവേതനം. അതിനാൽ തന്നെയാണ് പലരും ജോലി ഉപേക്ഷിക്കുന്നതും. ആശുപത്രി വികസന സമിതിയുടെ പേരിലുള്ള 10 ലക്ഷം രൂപ സ്ഥിര നിക്ഷേപത്തിന്റെ പലിശയിൽ നിന്നുള്ള വിഹിതമെടുത്ത് സുരക്ഷാ ജീവനക്കാർക്ക് ശമ്പളം ഉൾപ്പെടെ വർദ്ധിപ്പിച്ചു നൽകാൻ ഭരണകൂടം തീരുമാനിച്ചിരുന്നു. ഇതിനായി സർക്കാരിലേക്ക് അപേക്ഷയും നൽകി. എന്നാൽ നാളേറെയായിട്ടും ആരോഗ്യ വകുപ്പിൽ നിന്നും യാതൊരു മറുപടിയും ബന്ധപ്പെട്ടവർക്ക് ലഭിച്ചില്ല. കൂടാതെ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ സുരക്ഷാ മതിലിന്റെ നിർമ്മാണവും 3 മാസങ്ങളായി പലയിടത്തായി നിലച്ചിരിക്കുകയാണ്. പാഴ്മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള അനുമതിയും സർക്കാരിൽ നിന്ന് ലഭിക്കാത്തതാണ് കാരണം. പലതവണ ബന്ധപ്പെട്ടവർ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലേക്ക് ഇതേ ആവശ്യം ഉന്നയിച്ച് സന്ദേശം നൽകിയിരുന്നു. എന്നാൽ അതിലും തീരുമാനമൊന്നുമായില്ല. സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി മതിലിനോട് ചേർന്നുള്ള മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പിന് കത്തയച്ചെങ്കിലും ഇതിലും മറുപടിയൊന്നുമില്ല. സ്ഥലവും കെട്ടിടവും ഉൾപ്പെടെ 23 ഏക്കറിലാണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഡിസംബർ 29 പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷ് ചികിത്സയിലിരിക്കെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയത്. 50 ദിവസം പിന്നിട്ടിട്ടും ഇയാളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മെഡിക്കൽ കോളേജ് പോലീസിന്റെയും സിറ്റി പോലീസിന്റെയും പ്രത്യേക 22 അംഗ സ്ക്വാഡാണ് അന്വേഷണം നടത്തുന്നത്. ഡൽഹി, കർണാടക, ഉത്തരാഖണ്ഡ് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലായി പരിശോധന നടത്തിയെങ്കിലും ഇതുവരെയായും പ്രതിയെക്കുറിച്ച് യാതൊരു വിവരവും ലഭ്യമായിട്ടില്ല. രക്ഷപ്പെട്ടതിനു ശേഷമുള്ള CCTV ദൃശ്യങ്ങൾ കണ്ടെത്താൻ ആകാത്തതാണ് പോലീസിനെ പ്രതിസന്ധിയിലാക്കുന്നത്. ജനം, കോഴിക്കോട്.